ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അതിൽ നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നുകൊണ്ടും ആർക്കും എന്തിനെപ്പറ്റിയും ആരെപ്പറ്റി വേണമെങ്കിലും ഡേറ്റാസ് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മെനക്കെട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്കും വൈഡാണ് ഈ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആപ്പിൾ യൂസേഴ്സിനെ അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് കുറേ ഡ്രോബാക്കുകളുണ്ട്. ഒന്നും ഈ ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും അല്ലെങ്കിൽ ഐഫോൺ ആയാലും ഒന്നും പെർഫെക്റ്റ് അല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ബാലൻസ് അവിടെയും ഇവിടെയെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ഉണ്ട് കുറേ അധികം പോരായ്മകൾ. പക്ഷേ അഡ്വാൻറ്റേജസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോണിൻ്റെ സെക്യൂരിറ്റി മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഏതാനും ചില സെറ്റിങ്സ് ആണ്, അതിനെ ബേസ് ചെയ്തുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പാസ്വേഡാണ്. എനിക്കറിയാം, നമ്മൾ മിക്ക ഐഫോൺ യൂസേഴ്സും അവരുപയോഗിക്കുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് വെറും 4 ഡിജിറ്റ് നമ്പറാകും. ഇൻക്ലൂഡിങ് ഞാനും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4 ഡിജിറ്റ് നമ്പറായിരുന്നു. പക്ഷേ ഈ ഒരു 4 ഡിജിറ്റിന് ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 4 ഡിജിറ്റ് നമ്പർ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉപയോഗിച്ച് ഒരു ഹാക്കറിന് വെറും 112 മണിക്കൂർ കൊണ്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. 112 മണിക്കൂറിൽ 10,000 കോമ്പിനേഷൻസ്, 10,000 പോസിബിൾ കോമ്പിനേഷൻസ് ആണ് 4 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന 10,000 കോമ്പിനേഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മളുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉപയോഗിച്ച് വെറും 112 മണിക്കൂർ കൊണ്ട് 4 ഡിജിറ്റ് നമ്പർ പാസ്വേഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചേഞ്ച് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ പാസ്വേഡ് ഇവിടെ പാസ്കോഡ് ഓപ്ഷനിൽ പോയിട്ട് ഇപ്പം 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും കിടക്കുന്നത്. അതുപോലെ പാസ്കോഡ് ഓപ്ഷൻസിൽ പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ 2 ഓപ്ഷൻസും കൂടെ ലഭിക്കുന്നതാണ്, കസ്റ്റം ആൽഫ ന്യൂമറിക്കും അതോടൊപ്പം കസ്റ്റം ന്യൂമറിക് കോഡും. അപ്പോൾ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾസ്, സയൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പം പാസ്വേഡിൻ്റെ കാര്യത്തിൽ അത്രയും ടഫാകേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് 6 ഡിജിറ്റ് കോമ്പിനേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ പറഞ്ഞ 6 ഡിജിറ്റ് പാസ്കോഡ് ബ്രേക്ക് ചെയ്യാൻ ഏകദേശം 1 മില്യൺ കോമ്പിനേഷൻസ് ആണ് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 6 ഡിജിറ്റ് നമ്പറുള്ള ഒരു പാസ്കോഡ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. ഇതിലെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻഡ് മൈ ആണ്. അതിൽ നമുക്ക് iOS 15 ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ iPhone 11, 12, 13 സീരീസ് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു വാർണിംഗ് കാണിക്കും, iPhone ഫൈൻഡബിൾ ആഫ്റ്റർ പവർ ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോൺ പവർ ഓഫ് ചെയ്താൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, iOS 15 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ഫൈൻഡ് മൈ നെറ്റ്വർക്ക്. നമ്മൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോവുക, ഫൈൻഡ് മൈ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഓപ്ഷൻസ് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിലുള്ളതാണ് ഫൈൻഡ് മൈ. അത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ ഇപ്പം പവർ റിസർവ് മോഡിലോ അല്ലെങ്കിൽ ഫോൺ ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ പോലും ഇതിനകത്ത് ബ്ലൂടൂത്ത് ബീക്കണിൻ്റെ സഹായത്തോടെ അടുത്തുള്ള ഏതെങ്കിലും ആപ്പിൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻഡ് മൈ നെറ്റ്വർക്കിലേക്ക് നമ്മളുടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആ ഒരു നെറ്റ്വർക്കിലേക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെ അടുത്തുള്ള ഡിവൈസുകളുടെ സഹായത്തോടെ നമ്മളുടെ ഡിവൈസ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ iOS 15 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടൊപ്പം തന്നെ iPhone 11, 12, 13 സീരീസിലുള്ള ഡിവൈസുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കുന്നു. കാരണം അൾട്രാ വൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിപ്പ്, UW ചിപ്പ്, ഇതിൻ്റെ യൂസേജിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചിപ്പുള്ള ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഉള്ളത്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രൈവസി ഓപ്ഷനിൽ ലൊക്കേഷൻ സർവീസസ് നിങ്ങൾ എനേബിൾ ചെയ്യുക. ലൊക്കേഷൻ സർവീസ് എനേബിൾ ചെയ്യുക, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ബാറ്ററി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. പക്ഷേ ഇത് ബാറ്ററി സേവ് ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യേണ്ടതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിടാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമ്മളെ ഫൈൻഡ് മൈ ഓപ്ഷനിൽ പോയിട്ട് ഇതിലെ 2 കാര്യങ്ങൾ, വൈൽ യൂസിങ് ആപ്പും അതോടൊപ്പം തന്നെ പ്രിസൈസ് ലൊക്കേഷനും എനേബിൾഡ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം അത് രണ്ടും എനേബിൾ ആയിട്ടുണ്ടെങ്കിലുള്ളൂ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഷെയർ മൈ ലൊക്കേഷൻ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് മൈ ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ സെറ്റിംഗ്സും നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കൂട്ടത്തിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ ചിലവരൊക്കെ നമ്മൾ എന്താണ് ഫോണിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ എപ്പോഴും ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നവരായിരിക്കും. നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നമ്മുടെ ഫോണിലേക്ക് നോക്കുന്ന പല കൂട്ടുകാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻ കേസ് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ മറ്റൊരാൾക്ക് നമ്മുടെ ഫോണിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആക്സസ് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ്, ഇനി ചെയ്യാൻ പോകുന്ന ഓപ്ഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മുടെ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വീണ്ടും പോവുക. ഈ ഓപ്ഷനിൽ പോയി കഴിയുമ്പം ഏറ്റവും താഴെ നമുക്കൊരു ഓപ്ഷൻ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അലോ ആക്സസ് വിത്ത് വെൻ ലോക്ക്ഡ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്കും
നമ്മളല്ലാതെ മറ്റൊരാൾക്കും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ ഫോൺ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ ഫോൺ ലോക്കായിട്ട് കിടക്കുക. ലോക്കായിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മറ്റൊരാൾക്ക് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻസും ആ ആൾക്ക് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ USB ആക്സസറി റെസ്ട്രിക്ഷനും നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ മറ്റൊരാൾ നമ്മളുടെ ഫോൺ ഒരു USB ആക്സസറിയിലോ അല്ലെങ്കിൽ ഡിവൈസിൽ കണക്ട് ചെയ്ത് ഡേറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പാസ്വേഡ് അല്ലെങ്കിൽ ഈ ഒരു USB ആക്സസറി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ആൾക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാനോ ഈവൻ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലോക്ക് സ്ക്രീന് ഡിസേബിൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലെ 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ള ടിപ്പാണ്. അതായത് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഡിസേബിൾ ആക്കിയാൽ ശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിനെ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സിം ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നെറ്റ്വർക്കിൽ നിന്ന് ഐസൊലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഐസൊലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഇല്ലാതാവും. പക്ഷേ അതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ആപ്പ് തന്നിരിക്കുന്ന ഇ സിം എന്ന് പറയുന്നത്. ഈവൻ ദോ നിങ്ങളൊരു ഫിസിക്കൽ സിം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു ഇ സിമ്മും അതിനകത്തുണ്ട്, അതിൻ്റെ നെറ്റ്വർക്കും എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ആര് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ സിം നമുക്ക് ഊരാൻ സാധിക്കത്തില്ല. അത് ഇലക്ട്രോണിക്കലി എംബഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിലും നമുക്ക് കൺട്രോൾ സെൻറ്റർ ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല മറ്റൊരാൾക്ക്. അങ്ങനെ ഇത് എയർപ്ലെയിൻ മോഡിലൊക്കെ ആക്കാൻ പറ്റത്തില്ല. ഈവൻ ദോ ഇത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും നമ്മുടെ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ്ലി നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് നമുക്ക് iOS 15 ആപ്പിൽ കൊണ്ടുവന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മളിപ്പം ഫോൺ മറ്റൊരാൾക്ക് ഒന്ന് ഉപയോഗിക്കാൻ കൊടുത്തു, ആ ആൾ നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്സാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പുകൾ ആവശ്യമില്ലാതെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ അറിയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ അതിൽ നമ്മുടെ പ്രൈവസി ഓപ്ഷനിൽ പോവുക, അതിൻ്റെ ഏറ്റവും താഴെ ആ പ്രൈവസി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് iOS 15 മാത്രം എല്ലാ ഡിവൈസുകളിലും ലഭിക്കുന്നതാണ്. ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്പ്, അത് എത്ര നേരം യൂസ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഡേറ്റാസ് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഫൈൻഡ് മൈ, ഫോട്ടോസ്, ഫോണ്, അതുപോലെ തന്നെ ക്യാമറ, ഇതൊക്കെ എപ്പോഴാണ് ഞാൻ യൂസ് ചെയ്തത്, ഏത് ടൈമിലാണ് യൂസ് ചെയ്തത്, അതൊക്കെ ഇങ്ങനെയുള്ള പല വിവരങ്ങളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ പോലും അത്യാവശ്യം നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് പ്രൈവസി റിപ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അവരുപയോഗിക്കുന്ന നെറ്റ്വർക്ക് ആക്ടിവിറ്റീസ്, വെബ്സൈറ്റ്, അതോടൊപ്പം തന്നെ അവരുപയോഗിക്കുന്ന ഡൊമൈൻസ്, കാരണം ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഡൊമൈനാണ് ആക്സസ് ചെയ്യുന്നത് അതൊക്കെ അതിനെപ്പറ്റിയുള്ള ഫുൾ വിവരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഏതൊക്കെ ആപ്സാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ, അങ്ങനെയുള്ള ഫുൾ ഡേറ്റാസും നമുക്ക് ഈ ഒരു ആപ്പ് പ്രൈവസി റിപ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇതും iOS 15 മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിലെ 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ഫോൺ ഒന്ന് ഡിസേബിൾ ചെയ്യണം, മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ്, അതായത് പവർ ബട്ടണും വോളിയം റോക്കർ അപ്പ് ബട്ടണും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു SOS മോഡിലേക്ക് പോകും. ഈ ഒരു SOS മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യണം, ആർക്ക് ആക്സസ് ചെയ്യണമെങ്കിലും പാസ്വേഡ് എൻ്റർ ചെയ്യണം. പാസ്വേഡ് എൻ്റർ ചെയ്യാതെ പെട്ടെന്ന് നടക്കത്തില്ല. സാധാരണഗതിക്ക് നമുക്ക് ഈ ഒരു ലോക്ക് മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ID അല്ലെങ്കിൽ ടച്ച് ID ഫെയിൽ ആയാൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 2 ബട്ടൺസും സ്ക്വീസ് ചെയ്ത് പിടിച്ചാൽ ഡയറക്റ്റ്ലി ഈ ഒരു പാസ്കോഡ് ലോക്കിലേക്ക് പോകുന്നതായിരിക്കും. ഇതിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാതെ നമ്മുടെ ഫോൺ ഒരടി പോലും മുന്നോട്ട് പോകത്തില്ല. ഇതിലെ ഏറ്റവും അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രൈവസി ഫോർ ആപ്സ് ആണ്. അതായത് നമ്മൾ സെറ്റിങ്സിൽ പോവുക, അതിനകത്ത് പ്രൈവസി ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ലൊക്കേഷൻ സർവീസസിൻ്റെ ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറ, നമ്മൾ ഫോട്ടോ എടുക്കുന്ന ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്കറിയാം, അതിൻ്റെ മേളിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് എവിടെ ഏത് ലൊക്കേഷനിലാണ് എവിടെ പോയപ്പോഴാണ് എടുത്ത് ഏത് ടൈമിലാണ് എടുത്ത് അതെല്ലാം നമുക്ക് കാണിക്കും. അതായത് ജിയോ ടാഗിങ്. അപ്പോൾ ഇതുപോലുള്ള ജിയോ ടാഗിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അത് നെവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ തേർഡ് പാർട്ടി ആപ്സും നമ്മുടെ ഫസ്റ്റ് പാർട്ടി ആപ്പുകളും നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത്, അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ലൊക്കേഷൻ സർവീസിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. അതോടൊപ്പം തന്നെ ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് പാർട്ടി ആപ്സുകൾ നമ്മുടെ ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നത് നമുക്ക് ഇതിലൂടെ തടയാൻ സാധിക്കും. അതിലൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആഡുകൾ വരുന്നത് ബ്ലോക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സെക്യൂരിറ്റി, പ്രൈവസി, അതിനെ ബേസ് ചെയ്തുള്ള ഏതാനും ചില ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. So once again, this is me, Milan. Catch you guys in the next video. Till then, peace.